എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നമ്മൾ മടി പിടിച്ചിരിക്കുന്ന സമയത്തും അതുപോലെ അധികം വെജിറ്റബിൾസ് ഒന്നും ഇല്ലാതെ എന്താണ് കൂട്ടാൻ വെക്കുന്നത് എന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്തും 2 ഉരുളക്കിഴങ്ങുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് കേട്ടോ. ഇത് ചോറിൻ്റെ കൂടെ അടിപൊളിയാണ്. ഒരു അച്ചാറോ അതല്ലെങ്കിൽ ഇച്ചിരി മീൻ വറുത്തതോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാത്രം മതി ഈ കറിയുടെ കൂടെ കഴിക്കാനായിട്ട്. ഞാൻ ഇത് ഇൻസ്റ്റയിൽ കണ്ടതാണ്. പലരും ഇതുണ്ടാക്കി നോക്കിയിട്ട് ഇത് വൈറലായി പോയ ഒരു റെസിപ്പിയാണെന്നാണ് പറയുന്നത്. എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. എങ്ങനെ തയ്യാറാക്കി നോക്കിയാലോ? ഇവിടെ ഞാൻ ഈ കറിക്ക് വേണ്ടി 2 വലിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് ഞാൻ കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയാണ് ഇത് മുറിച്ചിട്ട് കൊടുത്തിരിക്കുന്നത്. ഉരുളക്കിഴങ്ങിൻ്റെ മുകളിൽ വരെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് പുഴുങ്ങിയെടുക്കാം. ഉരുളക്കിഴങ്ങ് ഒത്തിരി അങ്ങ് വെന്ത് ഉടഞ്ഞു പോകരുത്, എന്നാലും ഉരുളക്കിഴങ്ങ് നല്ല രീതിയിൽ വെന്ത് കിട്ടണം. അങ്ങനെ നമുക്ക് ഉരുളക്കിഴങ്ങിനെ വേവിച്ചെടുത്തുകൊണ്ട് വരാം. പുഴുങ്ങിയ ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഈ രീതിയിൽ ഞാൻ ഇത് മുറിച്ചെടുത്തിട്ടുണ്ട്. ഒത്തിരി അങ്ങ് വെന്ത് കുഴഞ്ഞു പോയിട്ടില്ല, എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അടുത്തതായിട്ട് ഞാൻ ഒരു മീഡിയം സവാള നീളത്തിൽ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് മല്ലിയില ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കുറച്ച് തൈരിട്ട് കൊടുക്കാം. ഞാൻ 4 ടേബിൾ സ്പൂൺ തൈര് നിറച്ചുമാണ് ഇതിലോട്ടിട്ട് കൊടുത്തിരിക്കുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്ന നല്ല കട്ട തൈരാണ്, അധികം പുളിയില്ലാത്ത തൈരാണേ. ഏത് ടൈപ്പ് തൈര് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പുളിയുള്ള തൈര് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പുളിയുള്ള തൈര് എടുക്കാവുന്നതാണ്. ഇത് നല്ലതായിട്ട് നമുക്കങ്ങ് ഉടച്ചെടുക്കാം. മിക്സിയിലിട്ട് ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലൊരു വിസ്ക് വെച്ചോ ഫോർക്ക് വെച്ചോ ഇതൊന്ന് ഉടച്ചു കൊടുത്താൽ മതിയേ. തൈര് ഞാൻ ഇവിടെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തൈരിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇതിനെ അങ്ങ് ഇളക്കി മിക്സ് ചെയ്യാം. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ പുഴുങ്ങി ചെറുതാക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. അതുപോലെ എടുത്തു വെച്ചിരിക്കുന്ന സവാള അങ്ങ് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം. മല്ലിയില ഇട്ട് കൊടുക്കാം. ഇട്ട് നല്ലതായിട്ട് നമുക്കങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഉരുളക്കിഴങ്ങ് കുറച്ചങ്ങ് ഉടച്ചോടെ കൊടുക്കണം കേട്ടോ. തൈര് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ കുറച്ച് തൈരോടെ ചേർത്ത് കൊടുക്കാമേ. ഞാൻ പറഞ്ഞില്ലേ ഇരിക്കുന്നത് നല്ല കട്ട തൈരായതുകൊണ്ടാണ്. ഇപ്പോൾ കുറച്ച് ലൂസുള്ള തൈരൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ ലൂസ് കിട്ടും. ഉരുളക്കിഴങ്ങൊക്കെ ഞാൻ ഇതുപോലെ ഉടച്ചു കൊടുത്തിട്ടുണ്ട്. തൈര് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇത് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 2 തൊട്ട് 3 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ഇതിലോട്ട് കുറച്ച് കസൂരി മേത്തി ഇട്ട് കൊടുക്കാം. കസൂരി മേത്തിയൊക്കെ നമ്മുടെ ഫ്ലേവർ അനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. നല്ലതായിട്ട് വെളിച്ചെണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലതായിട്ട് ഇത് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. തീ അങ്ങ് ഓഫ് ചെയ്യാം. ഇതിലോട്ട് 2 നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നല്ലതായിട്ട് നമുക്കതൊന്ന് ഇളക്കിയെടുക്കാം. വെളിച്ചെണ്ണ നല്ല ചൂടി കിടക്കുന്നതുകൊണ്ട് തന്നെ ഈ ചൂടി കിടന്ന് മുളക് പൊടിയുടെ മഞ്ഞൾപ്പൊടിയുടെ ഒക്കെ ആ പച്ച സ്മെല്ലങ്ങ് മാറിക്കോളും. ഇത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് മിക്സിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം. നല്ലതായിട്ട് നമുക്കിതങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാമേ. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നിങ്ങൾക്ക് കുറച്ച് ലൂസ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തൈരും കൂടെ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഉപ്പ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാവുന്നതാണ്. അങ്ങനെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കഴിച്ച് നോക്കി കേട്ടോ, നല്ല ടേസ്റ്റ് ആട്ടോ. ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന തൈരിന് ഒട്ടും പുളിയില്ല. ഒരു ശക്കലം പുളി ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഒരു അരമണിക്കൂർ എന്തെങ്കിലും നമുക്കിത് അടച്ച് വെക്കാം. എന്നിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അന്നേരം തന്നെ ഇത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. കസൂരി മേത്തിയുടെയൊക്കെ നല്ലൊരു ഫ്ലേവർ, അതുപോലെ വെളിച്ചെണ്ണയുടെയൊക്കെ ഫ്ലേവർ വരുമ്പോഴത്തേക്കുണ്ടല്ലോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമുക്കിത് വെച്ച് കഴിച്ച് നോക്കാം കേട്ടോ എങ്ങനെയുണ്ടെന്ന്. ഞാൻ ഇതിലോട്ട് മത്തി വറുത്തത് വെക്കുന്നുണ്ടേ. ഇതധികം എരിവുള്ള കൂട്ടാനല്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഇതിലോട്ട് അച്ചാർ വെച്ച് കൊടുക്കുന്നുണ്ട്. ലവലോലിക്ക അച്ചാറാണേ. ഞാനത് കഴിച്ച് നോക്കിയിട്ട് ടേസ്റ്റ് പറയുന്നുണ്ടെന്നേ.
ചോറിൻ്റെ കൂടെ സൂപ്പറാണ് കേട്ടോ കഴിക്കാനായിട്ട് കേട്ടോ. നമ്മൾ ഈ കാണുന്ന പോലെയല്ല, ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണേ. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അധികം എരിവില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എരിവ് നല്ലതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി പൗഡറിന് പകരം നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടി ഇതിലിട്ട് കൊടുക്കാവുന്നതാണേ. നല്ലതുണ്ട് കേട്ടോ, തമാശ പറയല്ല, ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അന്നേരം മടി പിടിച്ചിരിക്കുന്ന സമയത്തും അതുപോലെ നമ്മുടെ വെജിറ്റബിൾസ് ഒന്നും ഇല്ലാതിരിക്കുന്ന ടൈമിലും ഉരുളക്കിഴങ്ങുണ്ടെങ്കിൽ നിങ്ങളത് ധൈര്യത്തിൽ ഉണ്ടാക്കി നോക്കിക്കോ. ഒരു ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്കിത് ഉണ്ടാക്കി കൊടുക്കാൻ കൊള്ളാമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതത്ര എനിക്കൊന്നും നല്ലതാണെന്ന് തോന്നുന്നില്ല. അല്ലാതെ ഞാൻ പറഞ്ഞില്ലേ, മടി പിടിച്ചിരിക്കുന്ന സമയത്തും അതുപോലെ വെജിറ്റബിൾസ് ഒന്നും ഇല്ലാത്ത ടൈമിലും നമുക്കിത് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റം കേട്ടോ. അന്നേരം നിങ്ങളും ധൈര്യത്തോടുകൂടി ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിയോട്ടും ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്കിനി പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. എനിക്ക് ശരിക്കും കൂട്ടാനുണ്ടായിരുന്നു കേട്ടോ, വീഡിയോയ്ക്ക് വേണ്ടി എടുത്തതാണ്. എനിക്കാണെങ്കിൽ ഏത്തക്കത്തോരനുണ്ടായിരുന്നു, ഈ കറിയുണ്ട്, സാമ്പാർ ഇരിപ്പുണ്ട്, പിന്നെ മീൻ വറുത്തതുണ്ട്, അച്ചാറും ഉണ്ട് കേട്ടോ.